നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,535ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എണ്ണിത്തുടങ്ങിയിട്ടുള്ളത്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് വൃശ്ചിക മാസം 5-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 30-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 21-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. ഉച്ചയ്ക്ക് 2:47 വരെയാണ് പ്രഥമ ഉള്ളത്. തുടർന്ന് ദ്വിതീയയാണ്. നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:55 വരെയാണ് അനിഴം. അതിനുശേഷം തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നു. കരണം വരുന്നത് സിംഹകരണമാണ്. ഉച്ച കഴിഞ്ഞ് 2:47 വരെയുള്ള സമയത്താണ് സിംഹകരണമുള്ളത്. നിത്യയോഗം അതികണ്ഠനാമ നിത്യയോഗമാണ്. രാവിലെ 10:43 വരെയുള്ള സമയത്താണ് അതികണ്ഠനാമ നിത്യയോഗം ഉള്ളത്. ഞാറ്റുവേല അനിഴം ഞാറ്റുവേലയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വെള്ളി ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:23 46 ഉദയം വരുന്നു. അസ്തമയം വരുന്നത് വൈകിട്ട് 5:55 44 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 31 58 ദിനമാനം. അത് പകലിൻ്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 10:43 തുടങ്ങി 12:09 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 7:50 തുടങ്ങി 9:16 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ച കഴിഞ്ഞ് 3:02 തുടങ്ങി 4:29 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആകയാൽ അത് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:45 മുതൽക്ക് 12:07 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:11 മുതൽക്ക് 12:33 വരെയാണ്. 11:45 മുതൽക്ക് 12:33 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അതിൻ്റെ മധ്യത്തിലാണ് 4 മിനിറ്റ് സന്ധ്യയാകിയാൽ ഇവിടെ വർജിച്ചിട്ടുള്ളത്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ അന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ സമയം, ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം. ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിനമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവർക്ക് നൂതന കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്ര, ഇതൊക്കെയും ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക്, അതായത് വിവാഹാദി കാര്യങ്ങൾ നടത്തുക, വ്രതാരംഭം, യാത്ര, നൂതനമായിട്ടുള്ള വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും നൂതന ആഭരണം ധരിക്കുക, അങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്കൊക്കെയും അനിഴം നക്ഷത്രം അനുകൂലമാണ്. എന്നാൽ ശുക്ലപക്ഷത്തിലെ പ്രഥമ ആണ്. അത് ശുക്ലപക്ഷ പ്രതിപദം അഥവാ പ്രഥമ വർജ്യമായിട്ടുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം നക്ഷത്രം അനുകൂലമാണെങ്കിലും തിഥി അല്ലാകയാൽ നൂതന കർമ്മങ്ങൾക്ക് അഥവാ ശുഭകർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കാൻ ഇന്നത്തെ ദിവസം അനുയോജ്യമല്ല. നമസ്കാരം.